എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിൾ പച്ചടിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയതാണ്. അപ്പോൾ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള പച്ചടി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. ഞാനിവിടെ കുക്കറിലാണിത് വേവിച്ചെടുക്കുന്നത്. 1 കപ്പും പിന്നെ ഒരു 1/3 കപ്പും കൂടി പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറുതായിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ വീതം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. മുളക് പൊടിയുടെ അളവ് കൂടിപ്പോകരുത്, 1/4 ടീസ്പൂണിനടുത്ത് മാത്രം ചേർത്താൽ മതിയാകും. ആവശ്യത്തിന് ഉപ്പും 1/2 കപ്പ് വെള്ളവും ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം കുക്കർ അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 4 വിസിൽ വരുന്നത് വരെയാണ് ഇത് വേവിച്ചെടുക്കുന്നത്. ഇതിവിടെ വേവുന്ന സമയത്ത് നമുക്കിതിനുള്ള അരപ്പൊന്ന് തയ്യാറാക്കിയെടുക്കാം. 1/4 കപ്പ് തേങ്ങയിലേക്ക് 1/2 ടീസ്പൂൺ കടുകാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർക്കാം. 2 പച്ചമുളകാണ് ഇപ്പോൾ ചേർക്കുന്നത്. ഇത് വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ വേവിച്ചെടുത്ത പൈനാപ്പിൾ ഒരു മൺചട്ടിയിലേക്ക് മാറ്റുകയാണ്. നിങ്ങൾക്കിത് പ്രഷർ കുക്കർ തുറന്ന ശേഷം അരപ്പൊക്കെ നേരിട്ട് പ്രഷർ കുക്കറിലേക്ക് ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ വീഡിയോ ഇത് നന്നായിട്ടൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഇതൊരു മൺചട്ടിയിലേക്ക് മാറ്റിയത്. അപ്പോൾ ഇതിലൊരല്പം വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുത്ത ശേഷമാണ് ഇതിലേക്ക് അരപ്പ് ചേർക്കുന്നത്. പച്ചടി തയ്യാറാക്കുമ്പോൾ ഈ ഒരു കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. വെള്ളമൊന്നും നന്നായിട്ടൊന്ന് വറ്റിച്ചെടുത്ത ശേഷം വേണം ഇതിലേക്ക് അരപ്പ് ചേർക്കാനായിട്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, ഞാൻ വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് ഈ തേങ്ങ അരച്ചെടുത്തിട്ടുള്ളത്. ഈ തേങ്ങ അരച്ചത് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ആ തേങ്ങയുടെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടുന്നത് വരെ ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ അരപ്പിൻ്റെ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞ ശേഷമാണ് ഇതിലേക്ക് തൈര് ചേർക്കുന്നത്. അപ്പോൾ ഈ പച്ചടി തയ്യാറാക്കുമ്പോൾ ആദ്യം നമ്മൾ പൈനാപ്പിൾ വേവിച്ചെടുക്കുന്ന സമയത്തും വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ. ഞാനിപ്പോൾ 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് കുക്കർ തുറന്ന ശേഷം വെള്ളം ഉണ്ടെങ്കിൽ അത് വറ്റിച്ചിട്ട് വേണം അരപ്പ് ചേർക്കാനായിട്ട്. അരപ്പ് അരച്ചെടുക്കുന്ന സമയത്തും വളരെ കുറച്ച് വെള്ളം മാത്രമേ ഒഴിക്കാവുള്ളൂ. ഇപ്പോൾ നമ്മുടെ അരപ്പിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. തൈര് ചേർക്കുമ്പോൾ ഫ്ലെയിം ഏറ്റവും കുറച്ച് വയ്ക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 7 ടേബിൾ സ്പൂൺ തൈരാണ് ചേർക്കുന്നത്. ഈ തൈരിലെ കട്ടയെന്ന് മാറാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിൽ ഒന്ന് കറക്കിയെടുത്ത ശേഷമാണ് ഞാനിപ്പോൾ തൈര് ചേർത്തിട്ടുള്ളത്. ഫ്ലെയിം ഏറ്റവും കുറച്ചാണ് വെച്ചിരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് താളിച്ച് ചേർക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു പൈനാപ്പിളിൽ കൂടുതൽ മധുരം ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ പ്രത്യേകിച്ച് പഞ്ചസാരയൊന്നും ചേർത്തിട്ടില്ല. നിങ്ങൾ എടുക്കുന്ന പൈനാപ്പിളിന് മധുരം കുറവാണെങ്കിൽ പഞ്ചസാര കുറച്ച് ചേർക്കാവുന്നതാണ്. കടുക് താളിച്ച് ചേർക്കാൻ വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോൾ 1/2 ടീസ്പൂൺ കടുകാണ് ചേർത്തത്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ഉണക്കമുളകും കൂടി ചേർക്കാം. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്കിത് തയ്യാറാക്കി വെച്ചിരിക്കുന്ന പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നല്ല രുചികരമായിട്ടുള്ള നമ്മുടെ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ താളിച്ചത് ഒഴിച്ച ശേഷം ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഞാനിതൊന്ന് അടച്ചു വയ്ക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെച്ച ശേഷം ഇത് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ, ഇത് കുറച്ച് അധികം മധുരമുള്ള പൈനാപ്പിൾ ആയതുകൊണ്ട് ഞാൻ ഒട്ടും തന്നെ പഞ്ചസാര ചേർത്തിട്ടില്ല. നിങ്ങൾ ഉപയോഗിക്കുന്ന പൈനാപ്പിളിന് മധുരം കുറവാണെങ്കിൽ അതിനനുസരിച്ച് പഞ്ചസാര ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ നാടൻ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്